ചേട്ടൻ്റെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ. എന്താ രസം നോക്ക് നിങ്ങൾ. അതായത് ഇതിലിനി മച്ച് വരെയുള്ളതാണ്. ഈ ഒരു ഏരിയ മൊത്തം മരത്തിൻ്റെ മച്ച് വരെയുള്ള ഏരിയയാണ്. അത് കറക്റ്റ് സൈസായിട്ടാണ് വരിക. അതായത് കറക്റ്റ് സ്പോട്ട് ചെയ്ത് കറക്റ്റ് അതിൻ്റെ മുകളിലാണ് സീലിംഗ് വരിക. ആ സീലിംഗ് കൂടി വരുമ്പോൾ ഭയങ്കര വൈബ് ലുക്കായിരിക്കും. അതായത് അത്രയും സെറ്റപ്പ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഏരിയ കണ്ടില്ലേ, ഈ ഒരു ഇത് ബാത്റൂമിൻ്റെ ഏരിയയാണ്. ബാത്റൂമിൻ്റെ അത്രയും ഏരിയ ആണ് പൊന്തിച്ചിട്ട് അത് കോൺക്രീറ്റ്. ഇവിടെ കണ്ടെങ്കിൽ ഈ കാല് കണ്ടോ, ഈ കാല് കൊടുത്തിരിക്കുന്നത് 4 കാല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നേരെ പൊന്തിയിട്ടുള്ള ടാങ്ക് വയ്ക്കാനുള്ള ഒരു ഏരിയയൊക്കെയാണ്. ടാങ്ക് മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. ടാങ്കിൻ്റെ സ്പേസ് ഇവിടെയാണ് അവർ ചെറിയൊരു കുഞ്ഞൊരു കോണി ഇവിടെ കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ് അവർ. നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി കയറാവുന്ന രീതിയിൽ നല്ല രസമായിരിക്കും. കയറുമ്പോൾ നല്ലൊരു വൈബ് ഏരിയ ആയിരിക്കും. ഇതിപ്പോൾ ബാത്റൂമിൻ്റെ സ്പേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നടുമുറ്റാണ് ഈ കാണുന്നത്. നടുമുറ്റത്തിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. അതൊരു ബെഡ്റൂം, ഇത് വേറെ ബെഡ്റൂം, ഇത് വേറെ ബെഡ്റൂം. മൊത്തം 3 ബെഡ്റൂം. അതേപോലെ നേരെ ഇതിലൂടെ നടന്നു വരികയാണെങ്കിൽ, മുകളിൽ കൂടെ അങ്ങനെ നടന്നിങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഇതൊരു ബെഡ്റൂമാണ്. അതേപോലെ ഇത് കയറി വരുന്ന ഭാഗം അവിടെ ഒരു സിറ്റ് ഔട്ട്. ഇത് അവരുടെ അടുക്കളയുടെ മുകളിലുള്ള കാഴ്ചയാണ്. ഇത് അവരുടെ ഡൈനിങ് ഏരിയയാണ്. നല്ല അടിപൊളിയല്ലേ, സെറ്റപ്പ് ആയില്ലേ പരിപാടി. കാണാൻ നല്ല ലുക്കുണ്ട്. ഇതവരുടെ സിറ്റ് ഔട്ടിൻ്റെ ഏരിയയാണ്. ഇത് ശരിക്ക് ഈ ഒരു ഭാഗം ഇവിടെ ഒരു കിളിവാതിലും കൂടി ഉണ്ടെങ്കിൽ അത് വേറൊരു ലുക്കായിരിക്കും അല്ലേ. നല്ല രസമല്ലേ കാണാം.